പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു. എങ്ങനെ? ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു. ഒരു ചാണകക്കുഴിയായിരുന്നു. ഇന്ന് ഒരു ചന്ദനക്കൂടായിട്ടാണ് തോന്നുന്നത്. ചുമ്മായി എന്നെന്തിനെ പൊക്കി പറയണേ? ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണ്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അല്ലെങ്കിൽ ബോധപൂർവം മണ്ടൻ ചമഞ്ഞ് ബാക്കിയുള്ളവരെ മണ്ടരാക്കുകയാണ്. നീയാണല്ലോ കോടതി, ഓടാമേര്. ഇത് രണ്ടുമല്ല എന്നെനിക്ക് മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ല. ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ, അവരെന്താ ചെയ്തതെന്നൊന്നും മനസ്സിലാക്കണ്ടേ? അങ്ങനെ പറയുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു 18 വർഷം പഠിക്കണം, 20 വർഷം പഠിക്കണം. സാറേ, ഇത്രയൊക്കെ പഠിച്ചിട്ട് 95% പൊട്ടി നാറുകയാണല്ലോ സാറേ. കിട്ടിയല്ലോ. എവിടെ? അല്ല, ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമയുടെ 95% പൊട്ടി നാറുകയാണല്ലോ. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ? ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോൾ കണ്ണു പൊത്തിയാൽ മതി. ഇപ്പൊ ചെവിടും പത്തണ്ടേ സാർ? ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റുമോ? നിന്റെ കാര്യത്തിൽ തീരുമാനം സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ എടുക്കാതെ. സാർ പറഞ്ഞു തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പലരും നടത്തും. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി നിങ്ങൾ പറയുന്നതാണെങ്കിൽ എക്സ്പീരിയൻസ് ആയുള്ള ആളുകൾ എഴുതുന്ന പാട്ടുകൾ ഹിറ്റ് ആവണ്ടേ? എക്സ്പീരിയൻസ് ആവുന്ന മ്യൂസിക് ആണ്. 100% ഞാൻ യോജിക്കുന്നു. വർക്കിച്ച ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. സാർ എക്സ്പീരിയൻസ് വലുതാണ്, പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മാത്രമാകൂന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ? അതല്ല, ഈ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ പോണു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. ഇയാളോടൊന്ന് വർത്തമാനം പറയാം. എന്തിനാ മാർക്കിടണേ? പോയി പിണങ്ങിപ്പോയി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.